വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഉണ്ണി തുടക്കം തൊട്ടേ രസകരമായ നിക്ഷേപ നിർദ്ദേശങ്ങൾ ഒരുപാട് എത്തിയിരുന്നു ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സംഗമത്തിൽ. അതിലൊരെണ്ണം കഞ്ചാവ് അധിഷ്ഠിത വ്യവസായവുമായി ബന്ധപ്പെട്ടതായിരുന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്കൊരു ബ്ലോക്ക് ആയതാ. കഞ്ചാവ് ഉപയോഗിച്ചുള്ള മരുന്ന് നിർമ്മാണത്തിന് അനുമതി തേടി ഉത്തരാഖണ്ഡിൽ നിന്ന് എത്തിയ ഒരു മലയാളിയായിരുന്നു അവരിൽ ഒരാൾ. മധ്യപ്രദേശിൽ നിന്ന് മലയാളിയായ ഒരു കഞ്ചാവ് കർഷകനും എത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ പദ്ധതിക്ക് ഇവിടെ അനുമതി കിട്ടിയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇതുവരെ ആയിട്ടില്ല. 2 ഏക്കർ കൃഷിയിടത്തിൽ നന്നായി വിളവെടുപ്പ് നടത്തിയ ആരുണ്ട് ഈ കൂട്ടത്തിൽ? ഞാനുണ്ട്. എന്നിട്ട് താനെന്താ പുറത്ത് നിൽക്കണേ? വരൂ, വന്ന് മുമ്പിൽ തന്നെ ഇരിക്കൂ. എന്താണ് താങ്കളുടെ കൃഷി ശരിക്കും? ശരിക്കും എനിക്ക് ഋഷികേശിൽ കഞ്ചാവ് എന്ന് പറയുന്ന ഹെമ്പിന്റെ കൃഷിയുണ്ട്. കണ്ടോ, ഇയാളെ കണ്ടു വേണം കേരളം പഠിക്കാൻ. കഞ്ചാവ്. പിന്നെ മധ്യപ്രദേശിൽ ഇതിന്റെ മെഡിക്കൽ കഞ്ചാവിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ട്, ആയുഷ് ലൈസൻസോട് കൂടി. പുതിയൊരു മനുഷ്യനാണ്. സിഗരറ്റ് വലിയില്ല, വെള്ളം അടിയില്ല, ഒന്നും. ഇപ്പൊ ഇനി മുതൽ ഫുൾ കഞ്ചാവ്. മാത്രമല്ല അതിന്റെ തമാശ, കാശ്മീര് മുതൽ കന്യാകുമാരി വരെ വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ടിരിക്കും. പുറത്ത് വണ്ടി റെഡിയാണോ? ഇവിടെ വഴി ഷെഡ്യൂൾഡ് ഈ മെഡിസിനാണിത്. ഈ ലോകത്തെ തന്നെ ഏറ്റവും നല്ല കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഗോൾഡാണ്. നമ്മുടെ നാട്ടിൽ പക്ഷേ കഞ്ചാവ് അടിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അല്ല, അത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണ്. കഞ്ചാവ് നാളെ വരെ കഴിച്ച് ആരും മരിച്ചിട്ടില്ല. അതൊരു ഡി അഡിക്ഷൻ സാധനം കൂടാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ കൂടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത്. അത് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുത്ത് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നതിന് പകരം കഞ്ചാവിന്റെ ബോധവൽക്കരണമാണ് നമുക്ക് വേണ്ടത്. നടക്കുന്ന കാര്യം വല്ലതും പറയണോ? നടന്നു പോണ കാര്യം ഞാൻ പറഞ്ഞത്. ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല.